ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് തന്നെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഇതിന് മുന്നിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ആയിട്ടുള്ള കട്ടിംഗ്, ബഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നൂതന സാങ്കേതിക വിദ്യയുടെ ഒരു പ്രാക്ടിക്കൽ രൂപം, അതാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഇൻ അതർ വേർഡ്സ് മൈക്രോ പ്രൊപ്പഗേഷനെ നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്നും പറയുന്നു. ഇത് ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഗ്രീഷ്മ ആഡ് ചെയ്തേക്കുന്ന പടമാണ്. ഞാൻ അതിവിടെ കടമെടുത്തിരിക്കുകയാണ്. വാട്ട് ദിസ് ഷോസ് ഇസ് എക്സാക്ട്ലി ദ ടിഷ്യൂ കൾച്ചർ കണ്ടീഷൻ. ഒരു ഗ്ലാസ് വെയറിനുള്ളിൽ, ഒരു ബോട്ടിലോ ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയത്തിനുള്ളിൽ ചെടികളെ വളർത്തുന്ന ഈ സാങ്കേതിക വിദ്യനെയാണ് നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. മൈക്രോ പ്രൊപ്പഗേഷനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഫ്രം വെരി സ്മോൾ പ്ലാന്റ് പാർട്സ്, ടിഷ്യൂസ് ഓർ സെൽസ് grown aseptically in a test tube or container under controlled nutritional, environmental and aseptic conditions. അതായത് മൈക്രോ പ്രൊപ്പഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ചെടിയുടെ ഭാഗം, ഒരു സെല്ലാകാം, ഒരു ടിഷ്യൂ ആകാം, ഒരു ഓർഗൻ ആകാം, അതിന് നമ്മൾ അണുവിമുക്തമായ ഒരു കണ്ടീഷനിൽ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിനുള്ളിൽ മീഡിയം നമ്മൾ തന്നെ കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഈ മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്നുള്ള പ്രക്രിയ പോസിബിൾ ആകുന്നത് ഒരു പ്രത്യേക ഫിനോമിനൻ കാരണമാണ്. അത് പ്ലാന്റ് സെൽസിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ടോട്ടിപൊട്ടൻസി എന്നാണ്. ഈ ടോട്ടിപൊട്ടൻസി എന്നുള്ള ഒരു കഴിവ് പ്ലാന്റ്സിന്റെ എല്ലാ സെല്ലുകൾക്കും ഉള്ള ഒരു കഴിവാണ്. അതെന്താണ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പ്ലാന്റ് സെൽ ടു ഡെവലപ്പ് ഇൻ ടു എ കംപ്ലീറ്റ് ഓർഗാനിസം. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചെടിയായി ഉരുത്തിരിഞ്ഞു വരാനുള്ള ഓരോ പ്ലാന്റിന്റെ സെല്ലുകൾക്കുമുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ആനിമൽ സെൽസിന് ആ കഴിവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം സെല്ലുകൾക്ക് ഒഴികെ ബാക്കിയുള്ള ആനിമൽ സെൽസിനൊന്നും തന്നെ ടോട്ടിപൊട്ടൻസി ഇല്ല. അപ്പൊ പക്ഷെ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, തണ്ട് ഒടിച്ചു കുത്തിയാലും, ലീഫ് ഒടിച്ചു കുത്തിയാലും, റൂട്ട് ഒടിച്ചു കുത്തിയാലും അതിൽ നിന്നെല്ലാം തന്നെ ഒരു പുതിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് വളർന്നു വരുന്നത്. അതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ടോട്ടിപൊട്ടൻസി തന്നെയാണ്. ആ ഫിനോമിനെയാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്നുള്ള സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത്. ഇനി ആനിമൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ സൈഗോട്ടിക് സെൽ, അതായത് മെയിലും ഫീമെയിലും ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്തുകൊണ്ട് ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്ന സൈഗോട്ട് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടൊരു എംബ്രിയോ ഉണ്ടാവുകയും എംബ്രിയോ ആണ് ക്രമേണ ഒരു കംപ്ലീറ്റ് ഓർഗാനിസമായി മാറുന്നത്. അപ്പൊ അവർക്കാണ് ടോട്ടിപൊട്ടൻസി ഉള്ളത്, സൈഗോട്ടിന്. ഇനി പ്ലാന്റ്സിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ടെസ്റ്റ് ട്യൂബുകൾക്കുള്ളിലോ കണ്ടെയ്നേഴ്സിനുള്ളിലോ ഒരു ന്യൂട്രീഷണൽ മീഡിയം കൊടുത്തുകൊണ്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന പ്രക്രിയ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെടികളുടെ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് എക്സ്പ്ലാന്റ്. ഈ വാക്ക് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. എക്സ്പ്ലാന്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ടിഷ്യൂ ഓർ പ്ലാന്റ് that is used for tissue culture purpose അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ 3 മെയിൻ വേർഡുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ടെർമിനോളജീസ് ആണ്: മൈക്രോ പ്രൊപ്പഗേഷൻ, ടോട്ടിപൊട്ടൻസി ആൻഡ് എക്സ്പ്ലാന്റ്. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി വാട്ട് എക്സാക്ട്ലി ഇസ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ? നേരത്തെ പറഞ്ഞു വെജിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ്, എ കൈൻഡ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷുവൽ പ്രൊപ്പഗേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം ടിഷ്യൂ ഓഫ് ആൻ ആക്റ്റീവ്ലി ഗ്രോയിങ് പ്ലാന്റ്. വളരെ സിമ്പിൾ ആയിട്ട് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം ടിഷ്യൂ ഓഫ് ആൻ ആക്റ്റീവ്ലി ഗ്രോയിങ് പ്ലാന്റ് എന്നാണ്. ഇനി ഈ ഒരു പ്രക്രിയ it has been working, many people have been working in this area for a long time. ആദ്യമായിട്ട് ഒരു ജർമ്മൻ ഫിസിയോളജിസ്റ്റ് ആയ
ഗോട്ട്ലിബ് ഹാബലാൻഡ് ആണ് ഈ പ്ലാന്റിന്റെ സെല്ലുകളെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്നാണ്. അഗെയിൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഗോട്ട്ലിബ് ഹാബലാൻഡ്, സ്പെല്ലിംഗ് നോക്കി മനസ്സിലാക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് സ്പെല്ലിംഗ് തെറ്റിപ്പോയാൽ മാർക്ക് കിട്ടില്ല. അപ്പൊ അത് വളരെയധികം ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. സോ ഫാദർ ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്നറിയപ്പെടുന്നത് ഗോട്ട്ലിബ് ഹാബലാൻഡ് ആണ്. ഈ ഗോട്ട്ലിബ് ഹാബലാൻഡ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് വഴി പ്ലാന്റ്സിന്റെ ടിഷ്യൂസിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ വളർത്തിയെടുക്കാമെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ധാരാളം അധികം എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെടികളെ നമുക്ക് ടിഷ്യൂ കൾച്ചറിന് വിധേയമാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. പക്ഷെ ഇതിനെല്ലാം സക്സസ് ആയതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്, ദ അപ്രോപ്രിയേറ്റ് ആൻഡ് പ്രോപ്പർ കൾച്ചർ മീഡിയം. അവിടെ ആണ് നമ്മൾ ഇനി അടുത്ത 2 ആൾക്കാരെ പരിചയപ്പെടാൻ പോകുന്നത്. മുറാഷിഗെ ആൻഡ് സ്കൂഗ്, 2 സയന്റിസ്റ്റന്മാരാണ്. ഇവരാണ് ആദ്യമായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ മീഡിയത്തിന് ഫോർമുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു റെസിപ്പി ഉണ്ടാക്കി. ആ റെസിപ്പി ഉള്ള മീഡിയത്തിന് കാലക്രമേണ അതിന്റെ പേര് MS മീഡിയം അല്ലെങ്കിൽ മുറാഷിഗെ ആൻഡ് സ്കൂഗ് മീഡിയം എന്നാണ് അത് അറിയപ്പെട്ടത്. അത് ധാരാളം ചെടികളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഗ്രോത്ത് ടിഷ്യൂ കൾച്ചറിൽ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഈ MS മീഡിയം ഇന്ന് അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ മീഡിയം എന്നാണ്. എങ്ങനെയാ അറിയപ്പെടുക? യൂണിവേഴ്സൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ മീഡിയം. അപ്പൊ വീണ്ടും ഓർത്തിരിക്കാൻ ഒരു കാര്യമായി, MS medium or the Murashige and Scoop medium is known as universal plant tissue culture medium. ഇതും വാക്കുകൾ ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യുക? വാട്ട് ആർ ദ നീഡ്സ്, വാട്ട് ആർ ദ റിക്വയർമെന്റ്സ്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡ് ടു ആക്ച്വലി കണ്ടക്ട് ടിഷ്യൂ കൾച്ചറോ മൈക്രോ പ്രൊപ്പഗേഷൻ? അതിന് മേജറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 3 മേജർ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, ഡെഫിനറ്റ്ലി ഏതൊരു പ്ലാന്റ് ആണോ നമുക്ക് കൾച്ചർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പ്ലാന്റ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഇസ് യൂസ് ഫോർ ഡൂയിങ് ടിഷ്യൂ കൾച്ചർ. അടുത്തത്, ആ ചെടിക്ക് വളരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് അടങ്ങുന്ന ഒരു കൾച്ചർ മീഡിയം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മീഡിയം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കൾച്ചർ മീഡിയം അല്ലെങ്കിൽ ന്യൂട്രിയൻ മീഡിയം എന്ന് പറയുന്നു. എന്താണത്? a growth medium which provides all the nutrition needed for the growth and development of the plant. അതിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയം അല്ലെങ്കിൽ ന്യൂട്രിയൻ മീഡിയം എന്ന് പറയുന്നത്. ഇനി ഈ എക്സ്പ്ലാന്റും കൾച്ചർ മീഡിയവും മാത്രം ഉണ്ടായാൽ നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ പറ്റില്ല. ഇനി അതിന് വേണ്ടത്, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, കൺട്രോൾഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസിലാണ് നമ്മൾ ഇതിനെ വളർത്തുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ആ കൺട്രോൾഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അണുവിമുക്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ആവശ്യമാണ്. അത് നോർമലി നമുക്ക് കിട്ടുന്നത് ഒരു ലാബറട്ടറി സജ്ജീകരണത്തിലൂടെയാണ്. അപ്പോൾ അസെപ്റ്റിക് എൻവയോൺമെന്റ് which can be provided by a sterile area like a laboratory to do all the tissue culture activities. So these are 3 major requirements which are needed for doing a successful tissue culture or micropropagation program. What are they? Explant, the part of the plant used for doing tissue culture. Culture medium or nutrient medium, which is a growth medium providing all the nutrition needed for plant growth and development. Then an aseptic environment, which is a sterile area like a laboratory to do all the tissue culture activities. Anu vimukthamaayittulla oru area. ഇനി നമുക്ക് ഒന്നൊന്നായി പരിചയപ്പെടാം. ആദ്യം നമുക്ക് എക്സ്പ്ലാന്റിനെ പരിചയപ്പെടാം. നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ മൈക്രോ പ്രൊപ്പഗേഷൻ. അഗെയിൻ എ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ മൈക്രോ പ്രൊപ്പഗേഷൻ ഓർ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ? എങ്ങനെയൊക്കെ ചോദിക്കാം. പ്ലാന്റിന്റെ ഏതൊരു ഭാഗവും വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലാന്റായി ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകത. കാരണം എന്താ? അതിന്റെ ഓരോ സെല്ലിനും ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ട്. ഏതൊരു സെല്ലിനും ഒരു കംപ്ലീറ്റ് പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലാന്റിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലാന്റുകൾ എടുക്കാം. സം ഓഫ് ദ എക്സ്പ്ലാന്റ്സ് വിച്ച് വി ഫ്രീക്വന്റ്ലി യൂസ് ഇൻ ടിഷ്യൂ കൾച്ചർ ആണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഷൂട്ട് ടിപ്പ് അല്ലെങ്കിൽ ടിപ്പ് ബഡ് എന്ന് നമ്മൾ പറയും.
ഏറ്റവും അറ്റത്തിരിക്കുന്ന എപ്പിക്കൽ ബഡ് എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കും. കാരണം അപ്പെക്സിൽ ഇരിക്കുന്ന വളരുന്ന ആ ബഡ് അതിനെയാണ് നമ്മൾ ഷൂട്ട് ടിപ്പ് അല്ലെങ്കിൽ എപ്പിക്കൽ ബഡ്, ടിപ്പ് ബഡ് എന്നൊക്കെ വിളിക്കും. പിന്നെ നമുക്ക് ലീഫ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്സിലറി ബഡ്. ലീഫിന്റെ ആക്സിലിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ആക്സിലറി ബഡ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ സ്റ്റെം റീജിയൻ അല്ലെങ്കിൽ രണ്ട് നോഡുകളുടെ ഇടയിലുള്ള റീജിയൻ. ഇനി നോഡ് ഏതാന്ന് പറഞ്ഞുതരാം. സ്റ്റെമ്മിന്റെ ഏത് ഭാഗത്ത് നിന്നാണോ ലീഫ് റൈസ് ചെയ്യുന്നത് ആ ഭാഗത്തിനെയാണ് നമ്മൾ നോഡൽ റീജിയൻ എന്ന് പറയുന്നത്. NODAL, നോഡൽ റീജിയൻ. അപ്പോൾ ഏത് ഭാഗത്ത് നിന്നാണോ ലീഫ് റൈസ് ചെയ്യുന്നത് ആ ഭാഗത്തിനെയാണ് നമ്മൾ നോഡൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ നോഡൽ റീജിയൻ വേണമെങ്കിൽ എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി രണ്ട് നോഡുകളുടെ ഇടയിലുള്ള ഭാഗം, ഇവിടെയും ഇവിടെയും, ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സ്റ്റെം പാർട്ട് കാണുന്നുണ്ടല്ലോ, ആ പാർട്ടിനെയാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് വിളിക്കുന്നത്. അതായത് രണ്ട് നോഡുകളുടെ ഇടയിലുള്ള ഭാഗം. അപ്പൊ ആ ഇന്റർനോഡിന് വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കൂടാതെ റൂട്ട് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കട്ടിങ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്, റൂട്ട് കട്ട് ചെയ്ത് വെച്ചാലും അതിൽ നിന്ന് പുതിയ ചെടി വളർന്നു വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? റൂട്ടിലുള്ള സെല്ലുകൾക്കും ഉണ്ട് totipotency. So they can also be used as an explant. So these are some of the parts of the plant that we are using as explant. ഇനി ഇത് കൂടാതെ ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്ലവറിനകത്ത് ആന്തർ ഉണ്ട്, ഓവറി ഉണ്ട്, എഗ് ഉണ്ട്, പെറ്റൽസ് ഉണ്ട്, സെപ്പൽസ് ഉണ്ട്. ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. സീഡ് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്റ്റോറി അബൌട്ട് എക്സ്പ്ലാന്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൾച്ചർ മീഡിയത്തിനെ പറ്റിയിട്ടാണ്. നേരത്തെ പറഞ്ഞു ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ ന്യൂട്രിയൻസ്, അതായത് അതിന് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം അടങ്ങുന്ന ഒരു മീഡിയം, അതിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയം അല്ലെങ്കിൽ ഗ്രോത്ത് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരാനായിട്ട് ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ ആവശ്യമുള്ളതുപോലെ തന്നെ ചെടികൾക്ക് വളരാനും ഈ ന്യൂട്രിയൻസ് എല്ലാം ആവശ്യമാണ്. അതിൽ രണ്ടായിട്ട് നമുക്ക് ന്യൂട്രിയൻസിനെ തരംതിരിക്കാം. മാക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മേജർ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈനർ ന്യൂട്രിയൻസ് എന്നും. അളവിൽ അധികമായി ആവശ്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ മേജർ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ വളരെ ചെറിയ തോതിൽ മാത്രം ആവശ്യമുള്ളതിനെയാണ് നമ്മൾ മൈനർ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ NPK ഒക്കെ കേട്ടിട്ടുണ്ടാവും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇത് കൂടാതെ കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ, ഇത് ഇത്രയുമാണ് മേജർ ന്യൂട്രിയൻസിൽ വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് NPK ആണ്. ഇനി സിങ്ക്, മാംഗനീസ്, ബോറോൺ, അയൺ, കോപ്പർ, മോളിബ്ഡിനം ആൻഡ് കൊബാൾട്ട്, ഇത് ഇത്രയും മൈനർ ന്യൂട്രിയൻസ് ആണ്. അതായത് വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ മതി ഇത്, ബട്ട് ഇറ്റ് ഈസ് നീഡഡ്. അതിന് ഓരോന്നിനും അതിൻ്റെതായ റോളുണ്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ. അതിനെ ഒഴിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ദ ന്യൂട്രിയൻസ്. ഇനി ഇത് കൂടാതെ എനർജി സോഴ്സ് ആയിട്ട് ഒരു ഷുഗർ കോമ്പണന്റ് ആവശ്യമാണ്, വിച്ച് ഇസ് എ കാർബൺ സോഴ്സ്. നോർമലി നമ്മൾ മീഡിയത്തിൽ യൂസ് ചെയ്യുന്നത് സുക്രോസ് ആണ്. എന്നാൽ നമുക്ക് ഫ്രക്ടോസ്, ഗാലക്ടോസ് പോലുള്ള മറ്റ് ഷുഗറുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ വൈറ്റമിൻസ് ആൻഡ് അമിനോ ആസിഡ്സ് നമുക്ക് ആവശ്യമാണ്. പലതരത്തിലുള്ള അമിനോ ആസിഡ്, ഗ്ലൈസീൻ പോലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റമിൻസ് ആയിട്ട് നമ്മൾ ഈനോസിറ്റോൾ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ നമ്മൾ കൾച്ചർ മീഡിയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, MS മീഡിയത്തിൽ. ഇനി ഇത് കൂടാതെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോർമോണുകൾ ആവശ്യമാണ്. നമുക്കറിയാം നാച്ചുറൽ ആയിട്ട് ഒരു പ്ലാന്റ് വളരുന്ന അവസരത്തിൽ പ്ലാന്റ്സിന് വളരാൻ ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കലുകൾ ഉണ്ട്, അതിനെ നമ്മൾ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് വളരാനായാലും ഹോർമോണുകൾ ആവശ്യമാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഹോർമോൺസ് ആവശ്യമാണ്, ഗ്രോത്ത് ഹോർമോൺസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ചെടികളിലും അവരുടെ വളർച്ചയ്ക്കും അവരുടെ ഡെവലപ്മെന്റിനും ചില ഹോർമോണുകൾ ഉണ്ട്, അതിനെ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് നാച്ചുറലും ഉണ്ട്. ആ നാച്ചുറൽ ഹോർമോൺസിനെ മിമിക് ചെയ്തുകൊണ്ട്
ആക്ടിവിറ്റീസ് അതേപോലെയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസ്, മാൻമെയ്ഡ് കെമിക്കൽസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. സിന്തറ്റിക് മാൻമെയ്ഡ് പ്ലാന്റ് ഹോർമോൺസിനെയാണ് നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അതിന് ചുരുക്കെഴുത്തായിട്ട് നമ്മൾ PGR എന്നെഴുതും. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. PGR എന്ന് മാത്രമായിട്ട് വൺ വേർഡ് ചോദിക്കാറുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്നാണ് നമ്മളതിനെ പറയേണ്ടത്. അപ്പൊ ഇവരുടെ മെയിൻ ജോലി എന്താ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹോർമോണുകളുടെ ജോലി. ഇനി ഇത് കൂടാതെ നമുക്ക് മീഡിയംസ് പലതരത്തിലാകാം. സോളിഡ് മീഡിയം ആകാം, സെമി സോളിഡ് മീഡിയം ആകാം, ലിക്വിഡ് മീഡിയം ആകാം. അപ്പോ സാധാരണഗതിയിൽ നമ്മൾ ഈ ന്യൂട്രിയൻസ് എല്ലാം തന്നെ കെമിക്കലുകൾ പൗഡർ ഫോമിലാണ് നമുക്ക് കിട്ടുക. ഈ പൗഡേഴ്സിന് നമ്മൾ വെള്ളത്തിൽ, ഡിസ്റ്റിൽഡ് വാട്ടറിൽ അലിയിച്ചാണ് നമ്മൾ മീഡിയം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ദ്രാവക രൂപത്തിലാണ് ഉണ്ടാവുക. ആ ദ്രാവക രൂപത്തിലിരിക്കുന്ന മീഡിയത്തിനെ നമുക്ക് സോളിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഏജന്റുകൾ ഇതിനുള്ളിൽ ആഡ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ജെല്ലിംഗ് ഏജന്റ് എന്ന്. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലിംഗ് ഏജന്റ് ആണ് അഗാർ അഗാർ എന്ന് നമ്മൾ പറയും. അഗാർ അഗാറിന്റെ ജോലി എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്നതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ജെൽ ഫോമിലേക്ക് അതിന് രൂപം കൊടുക്കുക എന്നുള്ളതാണ് ഈ അഗാർ അഗാർ ചെയ്യുന്ന ജോലി. ഇത് നോർമലി ചില ആൽഗെ പോലുള്ള ലോവർ ഫോംസിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ചില എക്സാമ്പിൾസ് ഉണ്ട്, ഗ്രാസിലേറിയ, ജെലീഡിയം എന്നൊക്കെ പറയുന്ന ആൽഗെ. ഈ പേരുകളൊന്ന് ഓർത്തു വെച്ചാൽ നന്നായിരുന്നു. 1 മാർക്ക് ചോദ്യത്തിന് വരാവുന്നതാണ്. ജെല്ലിംഗ് ഏജന്റ് എന്താണ്? അഗാർ അഗാർ ആണ്. അതിന്റെ സോഴ്സ് ഏതാണ്? സം ആൽഗെ ആണ്. ഫോർ എക്സാമ്പിൾ ഗ്രാസിലേറിയ, ജെലീഡിയ. അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിനകത്ത് തന്നെ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പാല് മാത്രമായിട്ട് തനതായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അതിന്റെ ഫുൾ ഗുണം നമുക്ക് കിട്ടും. എന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യും. അതുപോലെ തന്നെ അതിനകത്ത് ബൂസ്റ്റോ ഹോർലിക്സോ കോംപ്ലാനോ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെന്താ ചെയ്യണേ അവിടെ? ജസ്റ്റ് ടു എൻഹാൻസ് ദ ടേസ്റ്റ്, അല്ലെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ പേർപ്പസ് ഉണ്ടാവും. ഇപ്പൊ കോംപ്ലാൻ ഒക്കെ നമ്മൾ പറയുന്നത് ബുദ്ധി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഗ്രോത്ത് സ്പീഡപ്പ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പ്ലാന്റിന്റെ ഗ്രോത്ത് കൾച്ചർ മീഡിയത്തിനുള്ളിലും ഇത് ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനോടൊപ്പം തന്നെ ചില അഡിറ്റീവ്സുകൾ, അത് സ്പെഷ്യൽ കാര്യങ്ങൾ നേടാൻ വേണ്ടി, ചിലപ്പോൾ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഇലോങ്ങേഷന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് അഡിറ്റീവ്സ് ആഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ കോമ്പോസിഷൻ ഓഫ് ദ കൾച്ചർ മീഡിയ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞു, ദേ ആർ നത്തിങ് ബട്ട് ഗ്രോത്ത് ഹോർമോൺസ്. അവരുടെ മെയിൻ ജോലി എന്താ? ദേ റെഗുലേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ ആൻഡ് ഓർഗൻസ്. ഇവിടെ ഞാനൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, മോർഫോജെനസിസ് എന്ന്. മോർഫോജെനസിസ് എന്ന് പറഞ്ഞാൽ മോർഫോ സംതിങ് റിലേറ്റഡ് ടു മോർഫോളജി, അതായത് രൂപം. ജെനസിസ് മീൻസ് ടു ഗിവ് ബർത്ത്. അതായത് നമ്മളിപ്പോ പ്ലാന്റിന്റെ ഒരു നേരത്തെ നമ്മൾ കണ്ടു, എക്സ്പ്ലാന്റ് കണ്ടപ്പോൾ കണ്ടു, ഒരു ഷൂട്ട് ടിപ്പ്, ഒരു ചെറിയൊരു ബഡാണ്. ഇതിനെയാണ് നമ്മളിവിടെ കൾച്ചർ മീഡിയത്തിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെക്കുന്നത്. എന്തിനാ? വളരാനായിട്ട്. അപ്പൊ ഇവിടെ ഇതിന് പ്രത്യേകിച്ച് ഒരു രൂപവും ഇല്ല അല്ലേ? ഇങ്ങനെ ഈ രൂപം ഇല്ലാതിരിക്കുന്ന ഈ ഒരു സെൽ അല്ലെങ്കിൽ ടിഷ്യൂവിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള റൂട്ട്, ഷൂട്ട്, ലീഫ് ഒക്കെ ഉള്ള രൂപം പ്രാപിച്ച് അല്ലെങ്കിൽ വരണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോർഫോജെനസിസ്. ടു ഗെറ്റ് എ ന്യൂ മോർഫോളജി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോർഫോജെനസിസ്. സോ ദ മേജർ ഫങ്ഷൻ ഓഫ് ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ദ ഗ്രോത്ത് ഹോർമോൺസ്, ഇസ് ടു റെഗുലേറ്റ് ഗ്രോത്ത് ആൻഡ് മോർഫോജെനസിസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ്. ഇനി നോർമൽ ആയിട്ട് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ കെമിക്കലുകൾ ഉണ്ട് വിച്ച് ആക്ട് ആസ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ്. അതിനെ നമുക്ക് 5 ക്ലാസസ് ആയിട്ട് തരംതിരിക്കാം. അതിന് ഒന്നെന്ന് പറയുന്നത് ഓക്സിൻസ്. അത് റൂട്ട് ഇൻഡ്യൂസിങ് ഹോർമോൺ ആണ് അല്ലെങ്കിൽ റൂട്ട് പ്രൊഡ്യൂസിങ് ഹോർമോൺ ആണ്. സൈറ്റോകൈനിൻസ്, ദേ ആർ ഷൂട്ട് പ്രൊഡ്യൂസിങ് ഹോർമോൺസ്. ഗിബെർലിൻസ്, they are shoot elongation hormones. Then abscissins, these are age related hormones.
And finally, there is one growth hormone which exists in a gaseous state. അതിനെ നമ്മൾ എത്തിലീൻ എന്നാണ് വിളിക്കുന്നത്. എത്തിലീൻ ആണ് ഒരേ ഒരു ഗേഷ്യസ് ഫോമിൽ ഇരിക്കുന്ന പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ. നിങ്ങൾക്കൊരു ചോദ്യം വരാവുന്നതാണ്, വിച്ച് ഇസ് ദ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ എക്സിസ്റ്റിംഗ് ഇൻ ദ ഗേഷ്യസ് ഫോം, അല്ലെങ്കിൽ ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ എത്തിലീൻ എന്നാണ് എഴുതേണ്ടത്. എത്തിലീൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഫ്രൂട്ട് റൈപ്പനിങ് ആണ്, പഴങ്ങളെ പഴുപ്പിക്കുക. നമുക്കറിയാം പഴക്കൊല നമ്മൾ പഴുപ്പിക്കാൻ വെക്കുമ്പോൾ തിരി കത്തിച്ച് വെക്കാറുണ്ട് അല്ലേ? അതിൻ്റെ പിന്നിൽ എന്താ? വി ആർ ട്രൈങ് ടു പ്രൊഡ്യൂസ് എത്തിലീൻ സോ ദാറ്റ് എത്തിലീൻ ക്യാൻ സ്പീഡ് അപ്പ് ഫ്രൂട്ട് റൈപ്പനിങ്. പഴത്തിനെ പഴുക്കാനായിട്ട് പ്രേരിപ്പിക്കുക, അതാണ് എത്തിലീൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ എത്തിലീൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മൾ വേറെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്സിൻസ് റൂട്ട് ഉണ്ടാക്കാൻ, സൈറ്റോകൈനിൻ ഷൂട്ട് ഉണ്ടാക്കാൻ, ഗിബ്ബർലിൻ ഉണ്ടായ ഷൂട്ടുകൾക്ക് നീളം വെപ്പിക്കാൻ, ആബ്സിസിൻസ് വളരെ റെയർ ആയിട്ടേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. കാരണം ഏജിങ് ഹോർമോൺ ആണ്, അതായത് ഗ്രോത്തിന് എന്താ പറയുക റിട്ടാർഡ് ചെയ്യുന്ന ഹോർമോണാണ് ആബ്സിസിൻസ്. അതുകൊണ്ട് തന്നെ ടിഷ്യൂ കൾച്ചറൽ ആബ്സിസിൻസ് നമ്മൾ അത്രയധികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി ഓക്സിൻസ് റൂട്ട് പ്രൊഡ്യൂസിങ് ഹോർമോൺസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. IAA, NAA, 2,4-D, IBA ഇതെല്ലാം തന്നെ ഓക്സിൻസ് ആണ്. ഇതിൽ IAA മാത്രം നാച്ചുറലി ഒക്കറിങ് ഓക്സിൻ ആണ്, ബാക്കിയെല്ലാം മാൻമെയ്ഡ് ഓക്സിനുകളാണ്. IAA എന്ന് പറയുന്നത് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ് IAA എന്ന് പറയുന്നത്. ഇനി സൈറ്റോകൈനൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഷൂട്ട് പ്രൊഡ്യൂസിങ് ഹോർമോൺസ് ആണെന്ന് പറഞ്ഞു. അതിൽ KIN എന്നിവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് കൈനറ്റിൻ എന്നാണ് വായിക്കേണ്ടത്. KIN ഇസ് നോൺ എസ് കൈനറ്റിൻ. കൈനറ്റിൻ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനിൻ ആണ്. BA, TDZ എല്ലാം എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. BA ഇസ് ബെൻസൈൽ അഡെനിൻ, തൈഡയാസുറോൺ, 2-ഐസോപെൻറ്റൈൽ ആസിഡ്, ഇതാണ് 2IP. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് 1-2 എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക, അവരുടെ മെയിൻ റോൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നോർമലായിട്ട് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ നമുക്ക് ധാരാളം റെസ്പോൺസുകൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഗ്രോത്ത് കിട്ടുന്നത് ഈ പറയുന്ന ഗ്രോത്ത് ഹോർമോണുകളുടെ കോമ്പിനേഷൻസും അവരുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചിട്ടാണ് ഗ്രോത്ത് മാറുന്നത്. എങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ഗ്രോത്ത് വരുന്നത് നമ്മളിനി ഡിസ്കസ് ചെയ്യും. ഗിബ്ബർലിൻസ് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു ഷൂട്ട് ഇലോങ്ങേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, അതായത് അധികം പൊക്കം വെക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഗിബ്ബർലിൻസ് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷൂട്ടിനെ ഇലോങ്ങേറ്റ് ചെയ്യിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഗിബ്ബർലിൻ എന്ന് പറയുന്നത് ഗിബ്ബർലിക് ആസിഡ് ആണ്. അതിനെ നമ്മൾ GA3 എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ഗിബ്ബർലിക് ആസിഡ്. ഇനി വളരെ റെയർ ആയിട്ട് മാത്രം നമ്മൾ ആബ്സിസിൻസ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആബ്സിസിൻ എന്ന് പറയുന്നത് ആബ്സിസിക് ആസിഡ് ആയ ABA ആണ്. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആബ്സിസിൻ. അപ്പോൾ 5 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഹോർമോണുകളാണ് ഉള്ളത്. ഓക്സിൻസ്, സൈറ്റോകൈനിൻസ്, ഗിബ്ബർലിൻസ്, ആബ്സിസിൻ ആൻഡ് എത്തിലീൻ. അതിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിൻസും സൈറ്റോകൈനിൻസുമാണ്. ഓക്സിൻസ് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുമ്പോൾ സൈറ്റോകൈനിൻ ഷൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഉണ്ടാകുന്ന ഷൂട്ടുകൾക്ക് നീളം വെക്കുന്നില്ലെങ്കിൽ അവരെ ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗിബ്ബർലിൻസ്. ആബ്സിസിൻസ് ഗ്രോത്ത് റിട്ടാർഡിങ് ഹോർമോൺ ആണ്. അതുകൊണ്ട് നമ്മൾ അത്രയധികം നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറൽ ആബ്സിസിൻസ് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആബ്സിസിൻ എന്ന് പറയുന്നത് ആബ്സിസിക് ആസിഡ് ABA ആണ്. ഇനി ഉള്ളത് എത്തിലീൻ ഗേഷ്യസ് ഹോർമോൺ. അത് നമ്മൾ തീരെയും പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഫ്രൂട്ടുകളെ റൈപ്പൻ ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ്. So this is about the plant growth hormones. So this is just what I have been talking to you about. Indole 3 acetic acid is naturally occurring auxin.
Kinetin is chemical name 6-furyl aminopurine എന്നാണ്. അത് naturally occurring cytokinin ആണ്. First discovered cytokinin കൂടിയാണ്. Gibberellic acid, most frequently used gibberellin for shoot elongation. And then abscisic acid or ABA, generally retard plant growth, അതുകൊണ്ട് not so frequently used in plant tissue culture. ഇനി പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലെ ഇവന്റുകളെ നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നാമകരണം ചെയ്യാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഇസ് ദ എക്സ്പ്ലാന്റ് യു സ്റ്റാർട്ട് വിത്ത്. ഏത് എക്സ്പ്ലാന്റ് യൂസ് ചെയ്താണ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനനുസൃതമായി നമുക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ പല തരത്തിൽ പേര് വിളിക്കാം. ഇപ്പോൾ സീഡാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കൾച്ചേഴ്സിനെ നമ്മൾ സീഡ് കൾച്ചർ എന്ന് വിളിക്കും. ഇനി ഒരു ഓർഗൻ, ഒരു ലീഫോ ഒരു സ്റ്റെമ്മോ ഒരു റൂട്ടോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എൻ ഓർഗൻ കൾച്ചർ. ഇനി ഒരു ചെറിയ ബഡാണ് നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ബഡ് കൾച്ചർ. ഇനി ഒരു സെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലോ അതിന് നമ്മൾ സെൽ കൾച്ചർ എന്ന് വിളിക്കുന്നു. ഇനി ഒരു എംബ്രിയോനെ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എംബ്രിയോ കൾച്ചർ. ഇനി ഇത് കൂടാതെ ഒന്ന് രണ്ട് വാക്കുകളും കൂടി ഇതിനകത്തുണ്ട്. ഒന്നെന്ന് പറയുന്നത് മെറിസ്റ്റം എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. നമ്മൾ നേരത്തെ എക്സ്പ്ലാന്റ് കണ്ടപ്പോ എക്സ്ട്രീം ടിപ്പിൽ ഒരു ബഡ് ഉണ്ട് അല്ലെ, എക്സ്ട്രീം ടിപ്പിൽ ഒരു ബഡ് ഉണ്ട്. ഇതിനെ നമ്മൾ പൊളിച്ച് ഡിസെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരു സിംഗിൾ സെല്ലുണ്ട്. ആ സിംഗിൾ സെല്ലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ട് ഗ്രോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആ സിംഗിൾ എക്സ്ട്രീം ഗ്രോയിങ് ടിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറിസ്റ്റം. എന്തെന്നാ നമ്മൾ അതിനെ വിളിക്കുന്നത്? മെറിസ്റ്റം. ആ മെറിസ്റ്റമാറ്റിക് സെല്ലിനെയാണ് നമ്മൾ കൾച്ചർ ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ദാറ്റ് കൾച്ചർ ഇസ് നോൺ ആസ് മെറിസ്റ്റം കൾച്ചർ. ഈ മെറിസ്റ്റം കൾച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അഗ്രത്തിലിരിക്കുന്ന സെല്ലായതുകൊണ്ടും കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുന്ന സെല്ലായതുകൊണ്ടും വൈറസ് പോലുള്ള സൂക്ഷ്മജീവികൾക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെറിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചെടികൾ, മെറിസ്റ്റം സെല്ലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചെടികൾ വൈറസ് ഫ്രീ സെല്ലുകളായിരിക്കും, പ്ലാന്റ്സ് ആയിരിക്കും. സോ മെറിസ്റ്റം ടിപ്പ് കൾച്ചർ ഇസ് യൂസ്ഡ് to produce virus free plants or disease free plants. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വേർഡ് എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിലായാലും പ്ലാന്റ്, പ്രത്യേകിച്ച് പ്ലാന്റിന്റെ ബോഡിയിലുള്ള ഓരോ സെല്ലിനും ഒരു പ്രത്യേകതയുണ്ട്. ആനിമൽ സെൽസിനെ അപേക്ഷിച്ച് ഇവർക്ക് ഒരു പുറം ചട്ടയുണ്ട്, നമ്മൾ അതിനെ സെൽ വാൾ എന്ന് വിളിക്കും. സെൽ വാളിനുള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, അതിനകത്ത് സെൽ ഓർഗനൽസ്, ന്യൂക്ലിയസ്, ഇതൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം അടങ്ങുന്നതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. അപ്പൊ സെൽ വാൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ ആ പ്ലാന്റ് സെല്ലിൽ നിന്ന് സെൽ വാളിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സെൽ വിത്തൗട്ട് എ സെൽ വാൾ, അതിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്രോട്ടോപ്ലാസ്റ്റിനെ വേണമെങ്കിലും നമുക്ക് കൾച്ചർ ചെയ്യാം. പല പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് സെൽ വാള് നീക്കം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചറാണ് ഉത്തമമായിട്ട് വരിക. ഇനി ഇത് കൂടാതെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് കാലസ് കൾച്ചറാണ്. കാലസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറെ കുരുകുരാന്നിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു ഫ്ലഷ് പോലെ ഇരിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ട്യൂമർ പോലെ ഇരിക്കുന്ന ഒരു സാധനം, അതാണ് കാലസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഗ്രൂപ്പ് ഓഫ് കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ്. വീണ്ടും 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 പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കൂട്ടം സെല്ലുകൾ, അവരെല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ആ ഒരു ടിഷ്യൂ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിയന്ത്രണമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കൂട്ടം സെല്ലുകൾ, അതിനെയാണ് നമ്മൾ കാലസ് എന്ന് വിളിക്കുന്നത്. ഈ കാലസിനെ കൾച്ചർ ചെയ്യാൽ ആ കൾച്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് കാലസ് കൾച്ചർ. സോ depending on the type of the explant used for culture, plant tissue culture can be seed culture, meristem culture, protoplast culture, bud culture, organ culture, callus culture, cell culture, or even
embryo culture. ഇനി നമ്മൾ ആന്തർ ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് വിചാരിക്കുക, then you can call it as anther culture. Ovary ആണ് എടുക്കുന്നതെങ്കിൽ you can call it as ovary culture. So this is how we name the different types of cultures based on the explant that is being used. ഇനി മൂവിങ് ഓൺ, ഇത് ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. എന്തിനു വേണ്ടി നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നു? അപ്പൊ നമുക്കറിയാം എല്ലാ ചെടികളെയും നമുക്ക് സീഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, കാരണം ചില ചെടികൾക്ക് സീഡ് ഉണ്ടാകുന്നില്ല. ഇനി ചില ചെടികളിൽ സീഡ് ഉണ്ടായാൽ തന്നെ അത് ജെർമിനേറ്റ് ചെയ്യില്ല, മുളയ്ക്കില്ല. അല്ലെങ്കിൽ ചില ചെടികൾ കുറേ നാളെടുത്തിട്ടാണ് സീഡ് മുളച്ച് നമുക്ക് ചെടി ഉണ്ടായി വരിക. ഇനി അത് മറികടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സീഡ് ഉണ്ടാക്കാത്ത ചെടികളിൽ നിന്ന് നമുക്ക് പ്രത്യുൽപാദനം നടത്തേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ വെജിറ്റേറ്റീവ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസെക്ഷൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കട്ടിങ്, ബഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ഇതെല്ലാം നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ചില ചെടികളിൽ റൂട്ട് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബഡിങ് ചെയ്താലും ലെയറിങ് ചെയ്താലും ഗ്രാഫ്റ്റിംഗ് ചെയ്താലും നമുക്ക് ഒരു ചെടിയാണ് അറ്റ് എ ടൈം നമുക്ക് കിട്ടുള്ളൂ, ഇല്ലേ? കട്ടിങ്ങിലാണ് നമുക്ക് മൾട്ടിപ്പിൾ ചെടികൾ അറ്റ് എ ടൈം കിട്ടുക, ബാക്കി എല്ലാത്തിലും നമുക്ക് ഒരു ചെടിയാണ് അറ്റ് എ ടൈം കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മാസ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമുക്ക് ധാരാളം നമ്പർ ഓഫ് ചെടികളുടെ ആവശ്യം അറ്റ് എ ടൈം വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് മാസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഒരു റീസൺ. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഒരേപോലെയുള്ള ഒരേ സ്വഭാവ ഗുണം, ഒരേ ജനിതക നേച്ചർ ഉള്ള ചെടികളെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ ആശ്രയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ക്ലോണിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെടിയെയും നമുക്ക് ക്ലോൺ എന്ന് വിളിക്കാം. ക്ലോൺ എന്ന് പറഞ്ഞാൽ പാരന്റ് പ്ലാന്റിന്റെ എക്സാക്ട് റെപ്ലിക്ക അല്ലെങ്കിൽ സെറോക്സ് ഫോട്ടോ കോപ്പീസ് ആയിട്ടിരിക്കും. ബോത്ത് ജനറ്റിക്കലി കാണാനായാലും ജനറ്റിക് ക്യാരക്ടേഴ്സ് ആയാലും എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് ദ പാരന്റ്സ്. അതിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടിഷ്യൂ കൾച്ചറിനെ ക്ലോണൽ പ്രൊപ്പഗേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെ വിളിക്കാം? മാസ് പ്രൊപ്പഗേഷൻ, മൈക്രോ പ്രൊപ്പഗേഷൻ, ടിഷ്യൂ കൾച്ചർ, ക്ലോണിങ്, ക്ലോണൽ പ്രൊപ്പഗേഷൻ. ഈ വാക്കുകളെല്ലാം തന്നെ നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു വേർഡാണ് ഇൻവിട്രോ കൾച്ചർ എന്ന് നമ്മൾ വിളിക്കും. കാരണം എന്താ? വിത്തിൻ ആ കണ്ടെയ്നർ, ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ നമ്മൾ വളർത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇൻ വിട്രോ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി മൈക്രോ പ്രൊപ്പഗേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞു, ഒരു കുഞ്ഞു കഷ്ണം ചെടി കിട്ടിയാൽ പോലും അതിൽ നിന്ന് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ചെടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് മൈക്രോ പ്രൊപ്പഗേഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്തുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ആവശ്യമാണ്. ഒരു ടെക്നിക്കലി ട്രെയിൻഡ് പേഴ്സണലിനെ നമുക്ക് ആവശ്യമാണ് ഈ ടിഷ്യൂ കൾച്ചർ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. കാരണം സ്റ്റെറൈൽ ആയിട്ടുള്ള അണുവിമുക്തമായിട്ടുള്ള കണ്ടീഷനിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. പഠിച്ചെടുക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ യു നീഡ് ടെക്നിക്കൽ ട്രെയിനിങ് ഫോർ ദാറ്റ്. പിന്നെ നമുക്കറിയേണ്ടുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് അണുവിമുക്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ടിഷ്യൂ കൾച്ചർഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കണ്ടാമിനേഷൻസും ജേംസും ഒന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ ദേ വിൽ ബി ഫ്രീ ഫ്രം പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അതുകൊണ്ട് തന്നെ മൈക്രോ പ്രൊപ്പഗേറ്റഡ് ആയിട്ട് കുപ്പിക്കുള്ളിൽ ഇരിക്കുന്ന ചെടികളെ വിത്തൗട്ട് എനി ക്വാറന്റൈൻ നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ക്വാറന്റൈൻ എന്താണെന്ന് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കണു. എന്നാലും ഒന്ന് പറയാം, പ്ലാന്റ്സിന്റെ കേസിൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഐസൊലേഷനിൽ വളർത്തുകയാണ്. അവിടെ എന്തിനു വേണ്ടിയിട്ടാ? അതിനുള്ളിൽ നിന്ന് ഒരു അസുഖമോ ഒരു കീടമോ ഒരു പെസ്റ്റോ ഒന്നും അതിനെ ഇൻഫെക്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ, ബിഫോർ മേക്കിംഗ് ഇറ്റ് ഗോ ടു ദ ഫീൽഡ്. അതിനെയാണ് നമ്മൾ പ്ലാന്റ് ക്വാറന്റൈൻ എന്ന് വിളിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലാർജ് നമ്പർ ഓഫ് ക്ലോൺസിനെ ഉണ്ടാക്കാനായിട്ട് മൈക്രോ പ്രൊപ്പഗേഷൻ നമുക്ക്
യൂസ് ചെയ്യാം. ഒരുപാട് ധാരാളം ചെടികളിൽ നമ്മൾ ഇന്ന് മൈക്രോ പ്രൊപ്പഗേഷൻ വളരെ വിപുലമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടിഷ്യൂ കൾച്ചർ വാഴ, ഓർക്കിഡ് ടിഷ്യൂ കൾച്ചർ, ഇതെല്ലാം വളരെ വിപുലമായി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് ഇന്ന്. So this is something about the micropropagation and why we need to go for micropropagation. ഇനി മൈക്രോപ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഓരോ കൾച്ചർ ചെയ്യുമ്പോഴും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്ലാന്റിന്റെ ബേസിസിലും നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ, അതിനുള്ളിൽ കൊടുക്കുന്ന ഹോർമോൺസ്, അതിനുള്ളിൽ കൊടുക്കുന്ന ഹോർമോണൽ കോമ്പിനേഷൻ, അതിന്റെ കോൺസെൻട്രേഷൻ, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേണുകൾ നമുക്ക് ടിഷ്യൂ കൾച്ചറിൽ കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ ഷൂട്ട് ടിപ്പ് കൾച്ചർ നമ്മൾ ചെയ്യുമ്പോൾ ആക്സിലറി ബഡ്സ്, അതായത് ആ എക്സ്ട്രീം ടിപ്പിൽ ഇരിക്കുന്ന കുറെ ബഡുകൾ ഉണ്ട്. അത് ഒന്നല്ല, ഒന്നിലധികം ബഡുകൾ ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ ഷൂട്ട് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ ബഡുകൾക്കും വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലീഫ്, സ്റ്റെം, റൂട്ട് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ നേരത്തെ ബഡൊന്നും ഇല്ല, ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ടോട്ടിപ്പൊട്ടൻസി. എവറി സെൽ ഹാസ് ഗോട്ട് ടോട്ടിപ്പൊട്ടൻസി. അതുകൊണ്ട് തന്നെ ലീഫ്, സ്റ്റെം, റൂട്ടിൽ നിന്നെല്ലാം എന്ത് വരാം? അഡ്വന്റീഷ്യസ് ഷൂട്ട്. അതായത് നേരത്തെ അവിടെ ഷൂട്ട് ഇല്ലായിരുന്നു, പക്ഷെ പുതിയതായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? അഡ്വന്റീഷ്യസ് ഷൂട്ട് എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എവറി സെൽ ഹാസ് എ കപ്പാസിറ്റി ടു ഡെവലപ്പ് ഇൻ ടു എ കംപ്ലീറ്റ് ഓർഗാനിസം. അപ്പൊ സാധാരണഗതിയിൽ ഒരു കംപ്ലീറ്റ് ഓർഗാനിസത്തിനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സെൽ എന്ന് പറയുന്നത് സൈഗോട്ടാണ്. ആ സൈഗോട്ട് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു എംബ്രിയോ ഉണ്ടാവുകയും ആ എംബ്രിയോ ക്രമേണ വളർന്ന് വലുതായി ഒരു ഓർഗാനിസം ആവുകയാണ് പതിവ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, മറിച്ച് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് ബാക്കിയുള്ള പ്ലാന്റ് ബോഡി, സെക്സ് ഓർഗൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ബാക്കിയുള്ള പ്ലാന്റ് ബോഡിയിൽ നിന്നുള്ള പ്രോലിഫറേഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ. ഈ സെല്ലുകൾക്ക് ടോട്ടിപ്പൊട്ടൻസി ഉള്ളത് കൊണ്ട് തന്നെ എവറി സൊമാറ്റിക് സെൽ ക്യാൻ ഫങ്ഷൻ ആസ് എൻ എംബ്രിയോ. അങ്ങനെ സൊമാറ്റിക് സെല്ലിൽ നിന്നൊരു എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ ആ എംബ്രിയോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് എംബ്രിയോസ്. നമ്മൾ കൊടുക്കുന്ന മീഡിയ കോമ്പോസിഷന്റെയും കോൺസെൻട്രേഷന്റെയും ബേസിസിൽ ഉറങ്ങിക്കിടക്കുന്ന സെല്ലുകളെ നമുക്ക് എംബ്രിയോസ് ആയി വളരാനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവിനെ നമുക്ക് ഉണർത്തിവിടാം. എങ്ങനെ? ബൈ ഗിവിങ് അപ്രോപ്രിയേറ്റ് മീഡിയം, അപ്രോപ്രിയേറ്റ് ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ചില കേസസിൽ ഹാർഡ് ടു ജെർമിനേറ്റ് സീഡ്സ് ഉണ്ടായിരിക്കും. ആ സീഡുകളെ നമുക്ക് ടിഷ്യൂ കൾച്ചറിനുള്ളിൽ കൊണ്ടുവന്നിട്ട് ജെർമിനേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഓർക്കിഡ് സീഡ്സ്. സ്മോളസ്റ്റ് സീഡ്സ് ഇൻ ദ വേൾഡ് ആണ് ഓർക്കിഡ് സീഡ്സ്. വെറും പൊടി പോലെ അതുണ്ടാവുക. അതിന് നാച്ചുറൽ കണ്ടീഷനിൽ ജെർമിനേഷൻ പോസിബിൾ അല്ല. ഒരുപാട് ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ജെർമിനേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഓർക്കിഡ്സിന്റെ സീഡ്. പൊതുവെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഓർക്കിഡ്സിന് സീഡ് ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയോ? സീഡ് ഉണ്ടാകും. ഫ്ലവർ ചെയ്യുക മാത്രമല്ല, അതിനകത്ത് ഫ്രൂട്ടും ഫ്രൂട്ടിനുള്ളിൽ സീഡും ഉണ്ടാവും. അപ്പൊ ആ സീഡ് എന്ന് പറയുന്നത് പൗഡർ ഫോമിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യാനായിട്ട് കഴിയും? ടിഷ്യൂ കൾച്ചർ മീഡിയത്തിനുള്ളിൽ ഡസ്റ്റ് ചെയ്തിട്ട് ജെർമിനേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഓർക്കിഡ്സ് പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഇത് കൂടാതെ ആന്തറിനെയും ഓവ്യൂളിനെയും നമുക്ക് കൾച്ചർ ചെയ്യാം. അവിടെ നമുക്ക് ഹാപ്ലോയിഡ് പ്ലാന്റ്സ് എന്ന് പറയും, നമുക്ക് കിട്ടും. അത് നമ്മൾ പ്ലാന്റ് ബ്രീഡിങ്ങിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ട. ബട്ട് ജസ്റ്റ് ഗെറ്റ് ദ ഐഡിയ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ. പിന്നെയുള്ളത് പ്രോട്ടോപ്ലാസ്റ്റുകളാണ്. പ്രോട്ടോപ്ലാസ്റ്റ് ഡിഫറെന്റ് ചെടികളിൽ നിന്നുള്ള പ്രോട്ടോപ്ലാസ്റ്റുകളെ എടുത്തുകൊണ്ട് നമുക്ക് സംയോജിപ്പിച്ചുകൊണ്ട് സങ്കര ഇനങ്ങളെ ഉണ്ടാക്കിയെടുക്കാം. നോർമലി സങ്കര ഇനം അല്ലെങ്കിൽ ഹൈബ്രിഡുകളെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇഫക്റ്റീവ് അല്ലാത്ത ചെടികളിൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ചെടികളിൽ സങ്കര ഇനങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ ആൻഡ് പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ ആണ്. അങ്ങനെ ഉണ്ടാകുന്ന ഹൈബ്രിഡുകളെ, അതായത് സൊമാറ്റിക് സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഹൈബ്രിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്.
Hope you understood all this. നമുക്ക് ജസ്റ്റ് കുറച്ച് പിക്ചേഴ്സ് കാണാം. How exactly does the plant respond in tissue culture? ഇവിടെ നിങ്ങൾ കാണുന്നത് ടിപ്പിക്കൽ മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഷൂട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷൂട്ട് ഫോർമേഷൻ, ഇൻഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഒരു കുഞ്ഞി എക്സ്പ്ലാന്റ് വെച്ചാൽ അതിൽ നിന്ന് മാസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നോഡൽ സെഗ്മെന്റ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്കറിയാം ആക്സിലറി ബഡ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഈ ആക്സിലിൽ ഒന്നിലധികമോ ബഡുകൾ ഉണ്ടാകാം. ആ ബഡുകളാണ് ക്രമേണ മൾട്ടിപ്പിൾ ഷൂട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ ഒന്നിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന മൾട്ടിപ്പിൾ ഷൂട്ടുകൾ നിങ്ങൾക്ക് കാണാം. അത് ക്രമേണ ദിവസം മാറുന്തോറും അതിന്റെ ഗ്രോത്ത് മാറുന്നുണ്ട്. ഇങ്ങനെ വളർന്നു വരുന്ന ഈ ഷൂട്ടുകളെ നമുക്ക് ഒരു റൂട്ടിംഗ് മീഡിയം അല്ലെങ്കിൽ റൂട്ടിംഗ് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻസ് കൊടുത്തിട്ടുള്ള മീഡിയത്തിനുള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അതിൽ റൂട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം വൈറ്റ് കളറിൽ നാര് പോലെ കാണുന്നത്, ഇത് റൂട്ടാണ്. ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഇപ്പോഴെല്ലാം ഇത് ടെസ്റ്റ് ട്യൂബിനുള്ളിലാണ് ഇരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് സൺലൈറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ഫീൽഡിലോട്ടോ നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയില്ല. കാരണം ആ സമയം ഇത് വളരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് ഇതിനെ വളർത്തുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട് പ്രോപ്പർലി ഫോം ചെയ്തിട്ടുണ്ടാവില്ല. ഈ ലീഫിന്റെ മേലെ ക്യൂട്ടിക്കിൾ ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ബാഹ്യമായിട്ടുള്ള എൻവയോൺമെന്റുമായിട്ട് ഇഴകിച്ചേരാൻ നമ്മളൊരു സമയം കൊടുക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹാർഡനിങ് ആൻഡ് അക്ലിമറ്റൈസേഷൻ എന്ന് വിളിക്കും. നമ്മൾ ഇനി പഠിക്കും അത്. അപ്പോൾ അതിന്റെ ഒരു പിക്ചറാണ്, ഹാർഡനിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പിക്ചറാണ്. അതായത് റൂട്ട് ഹെയർസ് പ്രോപ്പർലി ഫോം ചെയ്യണം, റൂട്ട് ക്യാപ്പ് ഫോം ചെയ്യണം, ഇതിന്റെ ലീഫിന്റെ മേലെ ക്യൂട്ടിക്കിൾ ഫോം ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഹാർഡനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡൺ ബിഫോർ ഇറ്റ് ഇസ് ട്രാൻസ്പ്ലാന്റഡ് ടു ദ ഫീൽഡ്. ഫൈനലി ഫീൽഡിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ. So this is how we do shoot multiplication using an axillary bud. Okay. ഇനി നമ്മൾ കാണാൻ പോകുന്നത് various events that is taking place. ഷൂട്ട് ടിപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടിപ്പിൾ ഷൂട്ട് ഉണ്ടാക്കാം. നോഡൽ സെഗ്മെന്റ് വെച്ചാൽ അതിൽ നിന്ന് മൾട്ടിപ്പിൾ ഷൂട്ട് ഉണ്ടാക്കാം. ഇനിയുള്ളത് ഓർഗനോജെനസിസ് എന്ന് നമ്മൾ പറയും. അതായത് ഒരു ഓർഗൻ, ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു റൂട്ട് ഉണ്ടാകുക എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഓർഗനോജെനസിസ് എന്ന് വിളിക്കുന്നത്. അത് തന്നെ രണ്ടു തരത്തിൽ ഉണ്ടാകാം. ഒന്നുകിൽ എക്സ്പ്ലാന്റിൽ നിന്ന് ഡയറക്ട്ലി ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു റൂട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ എക്സ്പ്ലാന്റിൽ നിന്ന് ആദ്യം ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവൈഡിങ് സെൽസ് ആയ കാലസ് ഉണ്ടാകുകയും ക്രമേണ ആ കാലസിൽ നിന്ന് ഷൂട്ട് അല്ലെങ്കിൽ റൂട്ട് ഫോം ചെയ്യുകയും ചെയ്യാം. ആദ്യം പറഞ്ഞത്, അതായത് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലാന്റിൽ നിന്ന് ഓർഗൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ഓർഗനോജെനസിസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി ആദ്യം എക്സ്പ്ലാന്റ്, അതിൽ നിന്ന് കാലസ്, പിന്നെ ഒരു ഓർഗൻ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ഓർഗനോജെനസിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർഗനോജെനസിസ് രണ്ട് തരം പോസിബിൾ ആണ്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലാന്റിൽ നിന്ന് ഒരു ഓർഗൻ വളരാം, അങ്ങനെയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഓർഗനോജെനസിസ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ആദ്യം എക്സ്പ്ലാന്റിൽ നിന്ന് കാലസ് ഫോം ചെയ്യുകയും ക്രമേണ കാലസിൽ നിന്ന് ഒരു ഓർഗൻ ഫോം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഓർഗനോജെനസിസ് എന്നാണ് വിളിക്കുന്നത്. ഓർഗനോജെനസിസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ റൂട്ട് ഫോം ചെയ്യാം അല്ലെങ്കിൽ ഷൂട്ട് ഫോം ചെയ്യാം. റൂട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓർഗനോജെനസിസിനെ നമ്മൾ വിളിക്കുന്നത് റൈസോജെനസിസ് എന്നാണ്. ഷൂട്ട് ഫോർമേഷനെ നമ്മൾ വിളിക്കുന്നത് കോളോജെനസിസ്. ഈ വേർഡുകളെല്ലാം ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരുന്നു. റൈസോജെനസിസ് ഇസ് റൂട്ട് ഫോർമേഷൻ, കോളോജെനസിസ് CAULO ജെനസിസ്, കോളോജെനസിസ്, അതിനെ നമ്മൾ ഷൂട്ട് ഫോർമേഷൻ. ഇനി അതുപോലെ തന്നെ ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞു സൊമാറ്റിക് സെല്ലുകളിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ആ പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് എംബ്രിയോജെനസിസ്. എന്താ വിളിക്കുക? സൊമാറ്റിക് എംബ്രിയോജെനസിസ്. എംബ്രിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എംബ്രിയോയുടെ ഫോർമേഷൻ. അത് സൊമാറ്റിക് സെല്ലിൽ നിന്നാകുമ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് സൊമാറ്റിക് എംബ്രിയോജെനസിസ്. നേരത്തെ ഓർഗനോജെനസിസ് പറഞ്ഞതുപോലെ തന്നെ സൊമാറ്റിക് എംബ്രിയോജെനസിസും രണ്ട് തരത്തിലാകാം. ഒന്നുകിൽ അത് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലാന്റിൽ നിന്ന് ഒരു എംബ്രിയോ ഫോം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജെനസിസ് എന്ന് വിളിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ
എക്സ്പ്ലാന്റിൽ നിന്ന് ആദ്യം ഗ്രൂപ്പ് ഓഫ് ഡിവൈഡിങ് സെൽസ് ആയിട്ടുള്ള കാലസ് ഉണ്ടാവുകയും കാലസിൽ നിന്ന് ക്രമേണ സൊമാറ്റിക് എംബ്രിയോസ് ഫോം ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സൊമാറ്റിക് എംബ്രിയോജെനസിസിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജെനസിസ്. അപ്പൊ സൊമാറ്റിക് എംബ്രിയോജെനസിസ് രണ്ട് തരത്തിലാകാം. Direct, when the embryos develop directly from the explants. Indirect, when first a callus is formed from the explant and from the callus embryos develop. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്നതാണ് എംബ്രിയോസ്, ഈ താഴെ കാണുന്നത് നിങ്ങളുടെ എക്സ്പ്ലാന്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കുരുകുരാന്ന് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ എംബ്രിയോസ് ആണ്. ഇത് കാലസ് ആണ്. ആ കാലസിൽ നിന്ന് ഈ ഉരുണ്ടുരുണ്ട് എഴുന്നേറ്റിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എംബ്രിയോസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ ഇവന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. ഹൗ എക്സ്പ്ലാന്റ്സ് റെസ്പോണ്ട് ടു വേരിയസ് മീഡിയ ആൻഡ് ദ ഹോർമോണൽ കോമ്പിനേഷൻസ് ദാറ്റ് വി ഗിവ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ ആണ്. എങ്ങനെയാണ് ഈ മൈക്രോ പ്രൊപ്പഗേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെടീനെ ഉണ്ടാക്കി പുറത്തേക്ക് കിട്ടുക എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 4 ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ തരംതിരിക്കാവുന്നതാണ് സ്റ്റേജസ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റൂട്ടിംഗ് സ്റ്റേജും നാലാമത്തെ സ്റ്റേജ് അക്ലിമറ്റൈസേഷൻ സ്റ്റേജ് എന്നും നമ്മൾ വിളിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് ആണ്. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഏത് ചെടിയിൽ നിന്നാണോ നമ്മൾ പ്രത്യുൽപാദനം ആഗ്രഹിക്കുന്നത് ആ ചെടീനെ നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് എടുക്കുകയും ആ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന എക്സ്പ്ലാന്റുകൾ, വിവിധ തരം എക്സ്പ്ലാന്റുകൾ, അത് ലീഫ് ആകാം, സ്റ്റെം ആകാം, ബഡ് ആകാം, എന്ത് വേണേലാവാം, അതിനെ അണുവിമുക്തമാക്കി, അതായത് സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിലേക്ക് കൾച്ചർ ചെയ്യുക, അല്ലെങ്കിൽ പ്രൈമറി കൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അണുവിമുക്തമാക്കിക്കൊണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യണേ, വൺസ് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, എത്ര ചെടി വേണമോ അത്രയും ചെടി കിട്ടുന്നത് വരെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ആവശ്യത്തിന് അധികം നമുക്ക് അല്ലെങ്കിൽ ആവശ്യം പോലെയുള്ള ഷൂട്ടുകൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ഇനി അടുത്ത് അതിനെ കംപ്ലീറ്റ് പ്ലാന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഷൂട്ട് മാത്രം കിട്ടിയത് കൊണ്ട് കാര്യമായില്ല, ഷൂട്ടിന്റെ ചുവട്ടിൽ എന്തും കൂടി ഉണ്ടാവണം, റൂട്ടും കൂടി ഉണ്ടാവണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത്. ഷൂട്ട് ഡെവലപ്പ് ചെയ്തതിനെ റൂട്ടിംഗ് ഹോർമോൺസ് അടങ്ങുന്ന ഒരു മീഡിയത്തിനുള്ളിലേക്ക് പറിച്ചു നടുകയാണ്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് സബ് കൾച്ചർ. ആ സബ് കൾച്ചർ ചെയ്തുകൊണ്ട്, റൂട്ടിംഗ് മീഡിയത്തിൽ സബ് കൾച്ചർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു, റൂട്ട് ഫോർമേഷൻ നടക്കുന്നു. വൺസ് റൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും റൂട്ടിന്റെ ഭാഗമെല്ലാം നന്നായി കഴുകി അണുവിമുക്തമാക്കി ഫംഗിസൈഡിലും ഒക്കെ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അക്ലിമറ്റൈസേഷന് വേണ്ടി വെക്കുകയാണ്. അക്ലിമറ്റൈസേഷൻ പല സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഇതിനെ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടു ഒരു ചെറിയ കപ്പിനുള്ളിൽ ചില പോറസ് മെറ്റീരിയൽസ്, അതായത് വേരോടാൻ സഹായിക്കുന്ന തരത്തിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള പോട്ടിംഗ് മെറ്റീരിയൽ, അതിന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർമിക്യുലൈറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ട്. അതുപോലെ സോയിൽ റൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം, വെർമിക്യുലൈറ്റ്, സോയിൽ റൈറ്റ്. അതുപോലെ നമ്മൾ ഇപ്പൊ നമുക്ക് ശരിക്കും ചീപ്പായിട്ട് നമ്മുടെ നാടുകളിൽ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊക്കോപീറ്റ് ആണ്, ചകിരിച്ചോറ്. ഇതെല്ലാം തന്നെ നമുക്ക് ഹാർഡനിങ് മീഡിയം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. പിന്നെ ഒറ്റയടിക്ക് ഇതിനെ തുറന്ന് പുറം ലോകത്തേക്ക് വെക്കുന്നില്ല, കാരണം ഇതിന്റെ ക്യൂട്ടിക്കിൾ ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മളിതിപ്പോ ഈ പടത്തിൽ കാണുന്നത് പോലെ ഒന്ന് കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. പിന്നെ ക്രമേണ ഈ കവർ ഓപ്പൺ ചെയ്ത് വെക്കുകയും പിന്നെ ഗ്രാജുവലി അതിനെ ഗ്രീൻ ഹൗസിലേക്കും ഫൈനലി ഫീൽഡിലേക്കും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അപ്പൊ ഇതാണ് സ്റ്റേജസ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദി ബേസിക് സ്റ്റെപ്സ് ഇൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നോളജി. ദിസ് ഈസ് യുവർ മദർ പ്ലാന്റ്.
from which you can take any type of explant. Once explant tissue കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അണുവിമുക്തമാക്കുക, സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. നന്നായി വാഷൊക്കെ ചെയ്ത് ഡിസ്ഇൻഫെക്റ്റൻ്റ് ഒക്കെ കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം കൾച്ചർ മീഡിയത്തിലേക്ക് നമ്മൾ അതിനെ പറിച്ചു നടുന്നു. ആ പറിച്ചു നടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇനോക്കുലേഷൻ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രോലിഫറേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക, അതായത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അനുവദിക്കുക. എത്രത്തോളം വേണമോ അത്രത്തോളം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അനുവദിക്കുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിൽ നിന്ന് ഷൂട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നു, അതായത് വളർന്നു വരുന്നു. അതിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ടിങ് ചെയ്തുകൊണ്ട് പുതിയ ചെടിയായിട്ട് മാറ്റി ഫൈനലി അക്ലിമറ്റൈസേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. ഇതാണ് സ്റ്റേജസ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ. അത് തന്നെയാണ് ഈ സ്ലൈഡും കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി അതിനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് എന്ന് മാത്രം. Explants, any part of the plant can be used. Then cut it, surface sterilization, multiple washes. ഇതൊക്കെ സ്റ്റെറിലൈസേഷൻ, എക്സ്പ്ലാന്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. മൾട്ടിപ്പിൾ ടൈംസ് അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് വാഷ് ചെയ്ത് കഴിഞ്ഞ എക്സ്പ്ലാന്റുകളെ അടുത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ്, കൾച്ചർ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ കൾച്ചർ മീഡിയത്തിനുള്ളിലേക്ക് ഇതിനെ എടുത്ത് വെക്കുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ എക്സ്പ്ലാന്റ് ഓൺ ടു ദ കൾച്ചർ മീഡിയം, അതിനെയാണ് നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അതിന് വേണ്ടുന്ന ലൈറ്റും ടെമ്പറേച്ചറും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ലാബിനുള്ളിൽ ഇൻക്യുബേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ നോർമലി നമ്മൾ ലൈറ്റ്, ഇപ്പം നമുക്കറിയാം നോർമൽ കേസസിൽ പ്ലാന്റ്സ് പുറമെ വളരുമ്പോൾ പകുതി സമയം അതിന് വെളിച്ചവും പകുതി സമയം ഡാർക്ക്നെസ്സുമാണ്. അപ്പൊ അതേപോലുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ ലാബിനുള്ളിൽ മിമിക് ചെയ്യുക. നമ്മളതിനെ ഫോട്ടോ പീരിയഡ് എന്നൊക്കെ പറയും. നോർമലി 12/12 അവർ ഫോട്ടോ പീരിയഡ്, അതായത് 12 അവർ ഡാർക്ക്നെസ്, 12 അവർ ലൈറ്റ്, ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ചെടികളുടെ വളർച്ചയുടെ ആവശ്യാനുസരണം നമുക്കത് മാറ്റി കൊടുക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ light photo period that is used for incubation, 12/12 hour photo period. അത് കൂടാതെ ടെമ്പറേച്ചർ നോർമൽ ആയിട്ടുള്ള ഒരു റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 25 ± 1 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഒപ്റ്റിമം ഒരു ഗ്രോത്ത് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ലാബിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുക. അത് AC യുടെ സഹായത്തോടു കൂടി നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്, 25 ± 1 ഡിഗ്രി സെന്റിഗ്രേഡ്. പിന്നെ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഒരു 70 to 80 ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം നമുക്ക് ലാബ് കണ്ടീഷൻസിൽ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസിലാണ് നമ്മളിവരെ ഇൻക്യുബേറ്റ് ചെയ്ത് വളർത്തുന്നത്. ഇനി അത് വളർന്നു കഴിഞ്ഞാൽ പ്രൈമറി കൾച്ചർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പ്രൈമറി കൾച്ചർ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ആ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജിൽ സപ്പോസ് നമുക്കൊരു 1000 അല്ലെങ്കിൽ 5000 നമ്പർ ഓഫ് ചെടിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഒരു ബഡിൽ നിന്നാണ് നമ്മൾ കൾച്ചർ തുടങ്ങുന്നതെങ്കിൽ 5000 ഷൂട്ട് എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ പിരിച്ചു നടുക എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പൊ അതേപോലെ പിരിച്ചു നടുന്ന ആ പ്രക്രിയ, അതിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്. പ്രൈമറി കൾച്ചറിനെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി പുതിയ ഒരു മീഡിയത്തിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്, അതിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് വിളിക്കുന്നത്. സോ സബ് കൾച്ചർ ഇസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ പ്രൈമറി കൾച്ചർ ഓൺ ടു എ ഫ്രഷ് മീഡിയം ഫോർ പ്രോലിഫറേഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സബ് കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, റൂട്ടിംഗ് കഴിഞ്ഞാൽ ഹാർഡനിങ്, അക്ലിമറ്റൈസേഷൻ ആൻഡ് ഫൈനലി ട്രാൻസ്പ്ലാന്റേഷൻ ടു ദ ഫീൽഡ്. അപ്പൊ ഇതാണ് ബേസിക് ടിഷ്യൂ കൾച്ചർ സ്റ്റെപ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി സ്പീക്കിംഗ് അബൌട്ട് ആപ്ലിക്കേഷൻസ്, ഞാൻ നേരത്തെ ആദ്യം ഒന്ന് പറഞ്ഞതാണ് മാസ് മൾട്ടിപ്ലിക്കേഷൻ. ധാരാളം നമ്പർ ഓഫ് ചെടികളെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് നമ്പർ ഓഫ് എക്സ്പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട അവസ്ഥ വരുമ്പോൾ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ടിഷ്യൂ കൾച്ചർ. പിന്നെ അതുപോലെ ക്ലോൺസ്, ഒരേപോലത്തെ സ്വഭാവ ഗുണമുള്ള ആൾക്കാരെ വേണമെങ്കിൽ ക്ലോണൽ പ്രൊപ്പഗേഷൻ നമുക്ക് പോകാം. ചില കേസസിൽ നമുക്ക് ഈ സൊമാറ്റിക് എംബ്രിയോസ് ധാരാളമായി കിട്ടുമ്പോൾ, സൊമാറ്റിക് എംബ്രിയോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള സീഡിനുള്ളിൽ നമ്മൾ കാണുന്ന എംബ്രിയോസിനെ പോലെ അല്ല ഈ സൊമാറ്റിക് എംബ്രിയോസ് എന്ന് പറയുന്നത്.
സീഡിനുള്ളിൽ കാണുന്ന എംബ്രിയോസിനാണെങ്കിൽ ഒരുപാട് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. സീഡ് കോട്ട്, എംബ്രിയോ വാൾ, അങ്ങനെയൊക്കെ കുറേ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. അതിനുള്ളിൽ വളരെ സുരക്ഷിതമായിട്ടാണ് ആരിയ്ക്കുന്നത്? സൈഗോട്ടിക് എംബ്രിയോ ഇരിക്കുന്നത്. സൊമാറ്റിക് എംബ്രിയോസിന് സൈഗോട്ടിക് എംബ്രിയോസിനെ അപേക്ഷിച്ച് ഈ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടായി വരുന്ന സൊമാറ്റിക് എംബ്രിയോസിനെ നമ്മൾ പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ഔട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ അത് വേഗം തന്നെ നശിച്ചു പോകും. അപ്പോൾ ഡ്രൈ ഔട്ട് ചെയ്ത് പോകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വേഗം നശിച്ചു പോകാതിരിക്കാനായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെയുള്ള സൊമാറ്റിക് എംബ്രിയോസിന് ഒരു കവറിങ് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കവറിങ് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സീഡുകളായതുകൊണ്ടാണ് ഇതിനെ ആർട്ടിഫിഷ്യൽ സീഡ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചർ വഴി നമുക്ക് കിട്ടുന്ന സൊമാറ്റിക് എംബ്രിയോകൾക്ക് നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ഒരു കവർ, സീഡ് കവർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ആർട്ടിഫിഷ്യൽ സീഡ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ്സ് വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, ധാരാളം നമ്പർ ഓഫ് സൊമാറ്റിക് എംബ്രിയോസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് ജെർമിനേറ്റ് ചെയ്യാതെ നമുക്ക് കുറച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കാം. നമ്മൾ സാധാരണ സീഡ്സ് അടുത്ത ഗ്രോയിങ് സീസണിലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? സൊമാറ്റിക് എംബ്രിയോസിനെ സീഡ്സ് ആക്കാൻ വേണ്ടി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. സോ ദാറ്റ് ഈസ് വൺ use of plant tissue culture, where you can use artificial seeds to preserve the somatic embryos. ഇനിയുള്ള ഒരു മേജർ ഉപയോഗം എന്ന് പറയുന്നത് കൺസർവേഷൻ ആണ്. അതായത് ജനിതക വൈവിധ്യത്തിനെ നമ്മൾ സംരക്ഷിക്കുക. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം, ബൊട്ടാനിക്കൽ ഗാർഡൻസ് അല്ലെങ്കിൽ സാങ്ച്വറീസ് അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംരക്ഷിത മേഖല എന്നൊക്കെ നമ്മൾ വിളിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെടികളെ നട്ടു വളർത്തി സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് സ്ഥലപരിമിതി ഉണ്ടാകുന്നുണ്ട്. കൂടാതെ എല്ലാ ചെടികളെയും എല്ലാ നാച്ചുറൽ കണ്ടീഷൻസിൽ വളർത്തി പരിപാലിക്കുക പ്രയാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന ചെടികളാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഉപകാരമില്ലാത്ത എന്നാൽ നല്ല നല്ല ഗുണമുള്ള ചെടികൾ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജൈവ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കാവുന്നതാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻ വിട്രോ ജേം പ്ലാസം കൺസർവേഷൻ എന്നാണ്. നിങ്ങൾ ഇവിടെ കാണുന്നത് റൈസിന്റെ കൾച്ചേഴ്സ് ആണ്. ഈ റൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന നെല്ല് മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, വൈൽഡ് റൈസസ് ആണ്. അതായത് നമ്മളുടെ ഇന്നത്തെ നെല്ല് ഏത് ആൻസിസ്റ്റേഴ്സിൽ നിന്നാണോ ഉരുത്തിരിഞ്ഞു വന്നത് ആ വഴിയിലുള്ള കുറച്ച് കാട്ട് ഇനങ്ങളാണ്. അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി മുന്നോട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്കറിയാം, കൃഷിഭൂമി വളരെ പരിമിതമാണ്, എന്നാൽ ജനപ്പെരുപ്പത്തിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഉള്ള ലിറ്റിൽ അഗ്രികൾച്ചറൽ ലാൻഡിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ പ്രൊഡക്ഷൻ മാത്രം പോരാ, മാറി മറിഞ്ഞു വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ചെറുത്ത് നിൽക്കാൻ ഉള്ള, അതായത് സ്ട്രെസ്സുകൾ, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ഉണ്ട്. അത് ലിവിങ്, നോൺ ലിവിങ് രണ്ട് സ്ട്രെസ്സസും ഉണ്ട്. ഇതിനെ രണ്ടിനെയും അതിജീവിക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ള ചെടികളെ അല്ലെങ്കിൽ ക്രോപ്പുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാന്റ് ബ്രീഡറിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാട്ട് ഇനങ്ങളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ട്രഡീഷണൽ വെറൈറ്റീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവര് ഈ കാട്ടിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വളർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നന്നായി അഡാപ്റ്റഡ് ആണ്. അവർക്ക് ധാരാളം എന്താ പറയാ ജീനുകളുണ്ട്. എന്തിനെയാണ് ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കാനായിട്ടുള്ള റെസിസ്റ്റൻസ് ജീനുകളുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങളെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അവിടെയും ഈ കാട്ടിനങ്ങളെ നമുക്ക് വിപുലമായി ചിലപ്പോൾ ഫീൽഡിലൊന്നും നട്ട് പരിപാലിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. കാരണം ഓൾറെഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പൊ പിന്നെ അവിടെ ഈ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ഇനങ്ങളെ നട്ടു വളർത്തുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ നമുക്ക് ഇവരെ നശിപ്പിച്ച് കളയാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോ ഫോർ ഇൻവിട്രോ ജെർംപ്ലാസം കൺസർവേഷൻ. ഇനി ഇത് കൂടാതെ ധാരാളം ഇനിയും ഉണ്ട് ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചെടികൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കലുകൾ ഉണ്ട് പലതും.
ആ കെമിക്കലുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മെഡിസിൻസ്, പല മെഡിസിൻസിന്റെയും റോ മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഈ ജനിതക വൈവിധ്യത്തിന് കോട്ടം തട്ടാതെ തന്നെ നമുക്ക് ഈ കെമിക്കലുകൾ ടിഷ്യൂ കൾച്ചറിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോപ്പുകളെ ഇംപ്രൂവ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നല്ലൊരു ഹൈ ഈൽഡിങ് ആയിട്ടുള്ള റൈസ് ആണ്, പക്ഷെ അതിന് ഒട്ടും ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള മറ്റൊരു ചെടിയിൽ നിന്ന് ആ ജീനിനെ മാത്രം ഈ വെറൈറ്റിക്കുള്ളിലേക്ക് എത്തിക്കാം. നമ്മൾ ജനിതക വൈവിധ്യം അല്ലെങ്കിൽ ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പ്രക്രിയ, അങ്ങനെയുള്ള കാര്യം ചെയ്യാനാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റ് ഐസൊലേഷൻ, പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ, സൊമാറ്റിക് ഹൈബ്രിഡ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാം ഉണ്ടാക്കുക, അതെല്ലാം തന്നെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിന്റെ പലതരം ആപ്ലിക്കേഷനുകളാണ്. മെയിൻ ആയിട്ട് നമ്മൾ മാസ് മൾട്ടിപ്ലിക്കേഷൻ, ക്ലോണൽ പ്രൊപ്പഗേഷൻ, ഇതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലത്തിന്റെ ആവശ്യത്തിനനുസൃതമായി ഉള്ള മറ്റ് ഉപയോഗങ്ങളാണ് ഈ ജേർംപ്ലാസം കൺസർവേഷൻ, സൊമാറ്റിക് ഹൈബ്രിഡ് ഫോർമേഷൻ, പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. ഇതെല്ലാം തന്നെ നമ്മളുടെ ഇന്നത്തെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ആർ അമനബിൾ ടു മൈക്രോ പ്രൊപ്പഗേഷൻ. നമുക്ക് മിക്കവാറുമുള്ള എല്ലാ ചെടികളിലും നമുക്ക് മൈക്രോ പ്രൊപ്പഗേഷൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ബനാന, അതായത് നമ്മുടെ വാഴ, അതാണ് നിങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവുക. പിന്നെ ഓർക്കിഡ്സിന്റെ ടിഷ്യൂ കൾച്ചർ കേട്ടിട്ടുണ്ടാവും, ആന്തൂറിയം ടിഷ്യൂ കൾച്ചർ കേട്ടിട്ടുണ്ടാവും, റൈസ്, പൊട്ടാറ്റോ, ആപ്പിൾ, യു നെയിം ഇറ്റ്, വി ക്യാൻ ഡു എവറിത്തിങ്. ഓക്കെ, എല്ലാത്തിൻ്റെയും നമുക്ക് ചെയ്യാം. ചിലത് കുറച്ച് പ്രയാസമായിരിക്കും റെസ്പോൺസ് കാണിക്കാൻ, ചിലത് വേഗം റെസ്പോൺസ് കാണിക്കും. ഇറ്റ് ഓൾ ഡിപ്പെൻസ്. ഇവിടെ എല്ലാം നമ്മൾ കൊടുക്കുന്ന മീഡിയവും സെലക്ട് ചെയ്യുന്ന എക്സ്പ്ലാന്റും ചൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടുക? റെസ്പോൺസ് കിട്ടുക. ഇനി ബിഫോർ വി വൈൻഡ് അപ്പ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മൾ തുടങ്ങിയത് മൈക്രോ പ്രൊപ്പഗേഷൻ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ ആവശ്യകതകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മൈക്രോ പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഗോട്ട്ലിബ് ഹാബലാൻഡ്, ഫാദർ ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്നറിയപ്പെടുന്നു. അതുപോലെ യൂണിവേഴ്സലി യൂസ് ചെയ്യുന്ന ഒരു ടിഷ്യൂ കൾച്ചർ മീഡിയം ഉണ്ട്. അത് MS മീഡിയം, മൊറാഷിഗെ ആൻഡ് സ്കൂഗ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റും അവരുടെ ടീമുമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അവിടെ നമ്മൾ എക്സ്പ്ലാന്റ് എന്താണെന്ന് പറഞ്ഞു. എക്സ്പ്ലാന്റ് ഇസ് എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഇസ് യൂസ് ഫോർ ഡൂയിങ് ടിഷ്യൂ കൾച്ചർ. പിന്നെ കൾച്ചർ മീഡിയം എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ കോമ്പോസിഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. പിന്നെ നമ്മൾ നോക്കിയത് ചില സ്റ്റേജസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, മൈക്രോ പ്രൊപ്പഗേഷൻ ആണ്. അത് പറയുമ്പോഴാണ് നമ്മൾ ഈ രണ്ട് വാക്കുകൾ പഠിച്ചത്, ഇനോക്കുലേഷനും സബ് കൾച്ചറും പഠിച്ചത്. ഇനോക്കുലേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ദ എക്സ്പ്ലാന്റ് ഓൺ ടു ദ കൾച്ചർ മീഡിയം. സബ് കൾച്ചർ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ പ്രൈമറി കൾച്ചർ ഓൺ ടു ദ ഫ്രഷ് കൾച്ചർ മീഡിയം. ഇവിടെ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് എന്നാണ്, 2 എന്നാണ് അടിച്ചിരിക്കുന്നത്, ഇത് തിരുത്തി വായിക്കുക. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് കിട്ടുന്ന റെസ്പോൺസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗ്രോത്ത് ടൈപ്സ് ആണ് നമുക്ക് പോസിബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച കുറച്ച് വാക്കുകളാണ് കാലസ്. കാലസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ് ഫോംഡ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിൻ ആൻഡ് സൈറ്റോകൈനിൻ. പിന്നെ നമ്മൾ ഓർഗാനോജെനസിസ് പഠിച്ചു, ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗൻസ്. ഇറ്റ് ക്യാൻ ബി ഐദർ ഷൂട്ട്, കോളോജെനസിസ്, ഓർ റൂട്ട്, റൈസോജെനസിസ്. പിന്നെ formation of embryos from somatic or vegetative cells എന്താണെന്ന് നോക്കി, somatic embryogenesis. ഇത് കൂടാതെ we also discussed about the various classes of phytohormones അല്ലെങ്കിൽ plant growth regulators, auxins, cytokinins, gibberellins, ഇതൊക്കെ എന്താ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത് ആപ്ലിക്കേഷൻസ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ആണ്. ഏറ്റവും കൂടുതൽ ക്ലോണൽ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടും മാസ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുമാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് നിർത്തി വായിച്ച് കേട്ട് മനസ്സിലാക്കുക. നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്.